ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈശോയും യഹൂദരും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഈശോയോട് നീ ആരാണെന്നുള്ള ചോദ്യവുമായി വരുന്ന യഹൂദരോട് ഈശോ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളതും അതോടൊപ്പം ആരംഭം മുതലേ ഉള്ളവനാണെന്നുള്ളതും ദൈവമായ പിതാവ് എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വലിയ വെളിപ്പെടുത്തലാണ് നമുക്ക് ഈ തിരുവചന ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു തിരുവചന ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ പ്രധാനമായും 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതൊരു കാര്യം, യഹൂദർ ചോദിച്ചുകൊണ്ട് വരുന്ന ആ ചോദ്യം നീ ആരാണ് എന്നുള്ളതാണ്. ഈശോയ്ക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൽ നിന്ന് വരുന്നവനാണ്, ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നടത്താനായിട്ട് അയക്കപ്പെട്ടവനാണ്, ദൈവത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവനാണ്. അതോടൊപ്പം എപ്പോഴും ഈശോയുടെ ആ കൈകളിൽ അല്ലെങ്കിൽ ചിന്തകളിലുള്ള ആ കാര്യം ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ വലിയൊരു സന്ദേശമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യം നമ്മളോടും ചോദിക്കുകയാണ്, നീ ആരാണ്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉത്തരം നമുക്ക് പകർന്നു നൽകുന്നത് കർത്താവാണ്. ഈശോ പറയുന്നു, നീയും നമ്മളും ദൈവത്തിൻ്റെ പുത്രരാണ്, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ളതാണ്. ഈ സുവിശേഷ ഭാഗം നമ്മൾ ഫുള്ളും വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള വലിയ ചിന്ത. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു തിരുവചന ഭാഗത്ത് 29-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, പിതാവായ ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. വലിയ ശക്തിയും കരുത്തും വലിയ വിശ്വാസവും ജീവിതത്തിന് വലിയ ബോധ്യങ്ങളും നൽകുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു തിരുവചന ഭാഗത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അനുദിനം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോടൊപ്പമുള്ള ദൈവത്തിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യത്തെ ഈശോ യോഹന്നാൻ സുവിശേഷകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവം എന്നോട് കൂടെയുണ്ട്. നമ്മുടേതായുള്ള ജീവിത പ്രതിസന്ധികളിലും അഗ്നിപരീക്ഷകളിലും ഓരോ നിമിഷവും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഈശോയുടെ നിരന്തരമായിട്ടുള്ള സ്നേഹവും പരിഗണനയും കർത്താവിൻ്റെ അനുഗ്രഹവും നമ്മോടൊപ്പമുണ്ട് എന്ന് സുവിശേഷം വ്യക്തമാക്കി നൽകുകയാണ്. ഈ ഒരു സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു വിശ്വാസം അല്ലെങ്കിൽ വലിയൊരു ബോധ്യം കർത്താവിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യമാണ്. വായിച്ചൊരു പഴയ കഥ ഓർമ്മയിൽ വരികയാണ്. ഒരു കർഷകൻ തൻ്റെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുകയാണ്. വളരെ സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ഭാര്യയുടെ വേർപാട് മൂലവും തൻ്റെ മക്കളുടെ വേർപാട് മൂലവും കടുത്ത നിരാശയും ഈ ലോക ജീവിതത്തിൽ നിന്ന് തന്നെ അവസാനിപ്പിച്ചു പോകണമെന്നുള്ള ചിന്തയുമൊക്കെ ഉണ്ടാവുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കുന്ന സമയങ്ങളിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പഴയൊരു സുഹൃത്ത് വരികയും അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിനൊരു സമ്മാനമായിട്ട് ഒരു ബൈബിള് നൽകുകയുണ്ടായി. വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത ആ മനുഷ്യൻ ഈ വചനം വായിച്ചു തുടങ്ങി. ഈ വചനം വായിക്കുന്തോറും അദ്ദേഹത്തിന് കുറേ പ്രതീക്ഷകളായിട്ട് ജീവിതത്തിലേക്ക് വരികയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് 58-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവ് നിന്നെ നിരന്തരം നയിക്കുമെന്നുള്ള ആ വചനം, അല്ലെങ്കിൽ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള പറയുന്ന തിരുവചന ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന് കുറേ കൂടി വിശ്വാസവും കരുത്തും ജീവിക്കാനുള്ളൊരു പ്രത്യാശയും നൽകുകയാണ്. തുടർന്ന് അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുൻപിൽ വരുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹായത്തിൻ്റെയും വലിയൊരു മനുഷ്യനായിട്ട് ഈ ഒരു കർഷകൻ മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തെ സ്വാധീനിച്ച് ഈ വചനം എന്ന് പറയുന്നത് ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മളും ചിന്തിക്കേണ്ടത് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവിൻ്റെ നിരന്തരമായിട്ടുള്ള
പരിപാലനയും കൃപയും നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. ദൈവം അനുദിനം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു തിരുവചന ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ഒന്നാമത്തെ ഒരു കാര്യം, നീ ആരാണെന്നുള്ള ചോദ്യമാണ്. ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു സത്യമാണ്. നമുക്ക് ദൈവത്തോട് ചേർന്നുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും പരിശ്രമിക്കാം. അതിനായിട്ടുള്ള എല്ലാ കൃപകളും ദൈവം നമുക്ക് നൽകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.